ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് ഡിസംബർ 24 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നാളെ ക്രിസ്മസ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. നാളെയും മറ്റന്നാളും ക്രിസ്മസ് ആയതുകൊണ്ട് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഉണ്ടായിരിക്കുകയില്ല. ഇന്നത്തെ നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ഹെഡിങ്സിലേക്ക് പോകാം. മുൻ സുപ്രീം കോടതി ജഡ്ജി വി രാമസുബ്രഹ്മണ്യനെ NHRC ചെയർപേഴ്സണായി നിയമിച്ചു. CISF പുതിയ പോസ്റ്റിംഗ് നയം അവതരിപ്പിക്കുന്നു. ആദ്യ തവണ ചോയ്സ് അടിസ്ഥാനമാക്കിയുള്ള പോസ്റ്റിംഗ്. ചാമ്പ്യൻസ് ട്രോഫി 2025 UAE നിഷ്പക്ഷ വേദിയായി PCB സ്ഥിരീകരിച്ചു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ അമേരിക്കൻ ശ്രീറാം കൃഷ്ണനെ AI നയ ഉപദേഷ്ടാവായി നിയമിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ബയോബിറ്റുമൻ സ്ട്രെച്ച് നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ശ്യാം ബെനഗൽ അന്തരിച്ചു. ഇതാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്. ഇന്ന് ഡിസംബർ 24. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ഹെഡിംഗ് ആണ്: ഫോർമർ സുപ്രീം കോടതി ജഡ്ജ് വി രാമസുബ്രഹ്മണ്യൻ അപ്പോയിന്റഡ് ആസ് NHRC ചെയർപേഴ്സൺ. മുൻ സുപ്രീം കോടതി ജഡ്ജി വി രാമസുബ്രഹ്മണ്യനെ NHRC ചെയർപേഴ്സണായി നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന വി രാമസുബ്രഹ്മണ്യനെ നിയമിച്ച കാര്യം. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് പോകാം. 2024 ഡിസംബർ 23 പുതിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി ആരാണ് നിയമിതനായത്? വി രാമസുബ്രഹ്മണ്യം. മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന വി രാമസുബ്രഹ്മണ്യം ആണ് 2024 ഡിസംബർ 23 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായിട്ടുള്ളത്. ഇത് ഡിസംബർ 23 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണത്. ഇത് മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് വി രാമസുബ്രഹ്മണ്യൻ, ഫോർമർ സുപ്രീം കോടതി ജഡ്ജി, അപ്പോയിന്റഡ് ആസ് ദി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ. 2024 ജൂൺ 1 വിരമിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരായിരുന്നു? അരുൺകുമാർ മിശ്ര. ഇപ്പൊ ജൂൺ 1 വരെ അരുൺകുമാർ മിശ്രയായിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. അദ്ദേഹം വിരമിച്ചു. അതിനുശേഷം ആ ഒരു സ്ഥാനത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് വി രാമസുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ NHRC, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ച കാര്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ആഭ്യന്തര മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന ഒന്നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഇതിന്റെ മിനിസ്റ്റർ ആണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ. ഇപ്പൊ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993 ഒക്ടോബർ 12. ഇപ്പൊ 1993 ഒക്ടോബർ 12 നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ സ്ഥാപിതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതാണ്ട് 11 വർഷം കഴിഞ്ഞിരിക്കുന്നു NHRC രൂപീകരിച്ചിട്ട്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: CISF ഇൻട്രൊഡ്യൂസസ് ന്യൂ പോസ്റ്റിംഗ് പോളിസി, ഫസ്റ്റ് ടൈം ചോയ്സ് ബേസ്ഡ് പോസ്റ്റിംഗ്. CISF പുതിയ പോസ്റ്റിംഗ് നയം അവതരിപ്പിക്കുന്നു. ആദ്യ തവണ ചോയ്സ് അടിസ്ഥാനമാക്കിയുള്ള പോസ്റ്റിംഗ്. വീണ്ടും ഈ കറണ്ട് അഫേഴ്സ് ഹോം അഫേഴ്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് പാരാമിലിറ്ററി സേനയാണ് അതിന്റെ പോസ്റ്റിംഗ് നയം ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് പോസ്റ്റിംഗ്, മുൻഗണനാ പോസ്റ്റിംഗ് എന്ന ഭേദഗതി ചെയ്തത്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. CISF ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പാരാമിലിറ്ററി ഫോഴ്സ് പോസ്റ്റിംഗിന്റെ പോളിസി മാറ്റുന്നത്. അതായത് ചോയ്സ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രിഫറൻസ് പോസ്റ്റിംഗ്. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ് ആ വ്യക്തിയുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കുള്ള ഒരു ട്രാൻസ്ഫർ. അത്തരത്തിലുള്ള ഒരു പോളിസിയാണ് ഇപ്പോൾ. അതായത് 3 ഏരിയ കൊടുത്തിട്ട് ആ ഒരു പ്രദേശത്തായിരിക്കുള്ളൂ ഇദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന പോസ്റ്റിംഗ്. ഈ ഒരു പോളിസിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള CISF നടപ്പിലാക്കാൻ പോകുന്നത്. CISFന്റെ ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് പോസ്റ്റിംഗ് എന്ന പുതിയ പോസ്റ്റിംഗ് നയം ഏത് മാസം മുതൽ നടപ്പിലാകും? 31 ഡിസംബർ 2024. വരാൻ പോകുന്ന 31 ഡിസംബർ മുതലായിരിക്കുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് പോസ്റ്റിംഗ് എന്ന ഈ നയം CISF ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, അതായത് നടപ്പിലാക്കാൻ പോകുന്നത്. CISFന്റെ ഏത് റാങ്കുകൾക്കാണ് പുതിയ പോസ്റ്റിംഗ് നയം ബാധകമാകുക? കോൺസ്റ്റബിൾ മുതൽ ഇൻസ്പെക്ടർ വരെ.
CISFന്റെ ഏറ്റവും ലോവർ റാങ്കിൽ വരുന്ന ഒന്നാണ് കോൺസ്റ്റബിൾ. അവിടെ മുതൽ ഇൻസ്പെക്ടർ വരെയുള്ള ആ ഒരു റാങ്കിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ നയം, അതായത് ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് പോസ്റ്റിംഗ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? രജ്വിന്ദർ സിംഗ് പാട്ടി. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1969 മാർച്ച് 10-ാം തീയതിയാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന ഒന്നാണ് CISF. CISFന്റെ ഡയറക്ടർ ജനറൽ ആണ് രജ്വിന്ദർ സിംഗ് പാട്ടി. ഇന്നത്തെ നമുക്ക് മറ്റൊരു ന്യൂസ് ഹെഡിംഗിലേക്ക് പോകാം. ചാമ്പ്യൻസ് ട്രോഫി 2025 PCB കൺഫേംസ് UAE ആസ് ന്യൂട്രൽ വെന്യൂ. ചാമ്പ്യൻസ് ട്രോഫി 2025 UAEയെ നിഷ്പക്ഷ വേദിയായി PCB സ്ഥിരീകരിച്ചു. PCB എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് UAEയെ ഒരു ന്യൂട്രൽ വെന്യൂ ആയിട്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി PCB അംഗീകരിച്ച കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചാമ്പ്യൻസ് ട്രോഫിയുടെ 2025 പതിപ്പിനുള്ള പുതിയ ന്യൂട്രൽ വേദി എവിടെയായിരിക്കും? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി 2025 നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ടൂർ ക്യാൻസൽ ചെയ്യുമെന്നൊരു വേളയിലാണ് ICCയുടെ പുതിയ തീരുമാനം, അതായത് ഒരു ന്യൂട്രൽ വെന്യൂ. ഇതനുസരിച്ച് UAEയിലും ചാമ്പ്യൻസ് ട്രോഫി നടക്കും. അതായത് പാകിസ്ഥാനും UAE ആയിരിക്കുള്ളൂ, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിരിക്കുള്ളൂ ചാമ്പ്യൻസ് ട്രോഫിയുടെ പുതിയ വെന്യൂ. 8 ടീം പങ്കെടുക്കുന്ന ഒന്നാണ്. 15 മാച്ചുകളായിട്ട് ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെ ആയിരിക്കുള്ളൂ ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫിയുടെ 2025 പതിപ്പിൽ വേദി സ്ഥിരീകരിക്കുന്നതിന് തർക്കത്തിലായ 2 രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള തർക്കത്തിലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇപ്പോൾ പുതിയൊരു വെന്യൂ വന്നിട്ടുള്ളത് UAE. ഇതിപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. ICC ചാമ്പ്യൻസ് ട്രോഫി മത്സരം ഏത് ഫോർമാറ്റിലാണ് നടക്കുന്നത്? ഏകദിന ഫോർമാറ്റ്. ഇപ്പൊ 3 ഫോർമാറ്റ് ആണുള്ളത്. വൺ ഡേ ഇന്റർനാഷണൽ, T20 ടെസ്റ്റ് മത്സരം. ഇതിൽ ചാമ്പ്യൻസ് ട്രോഫി ഇത് ICC നടത്തുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇത് വൺ ഡേ ഇന്റർനാഷണൽ ഫോർമാറ്റിലാണ്. ഏറ്റവും കൂടുതൽ ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം ഏത്? ഓസ്ട്രേലിയയും ഇന്ത്യയും. ഇന്ത്യ ഓസ്ട്രേലിയ ആണ് 2 പ്രാവശ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് ചാമ്പ്യൻസ് ട്രോഫി. ഇതിലെ ടീം ആണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക എന്നടങ്ങുന്ന 8 ടീം ആണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് US പ്രസിഡന്റ് എലക്ട് ട്രംപ് അപ്പോയിന്റ്സ് ഇന്ത്യൻ അമേരിക്കൻ ശ്രീറാം കൃഷ്ണ ആസ് പോളിസി അഡ്വൈസർ ഓൺ AI. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ അമേരിക്കൻ ശ്രീറാം കൃഷ്ണനെ AI നയ ഉപദേഷ്ടാവായി നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സീനിയർ പോളിസി അഡ്വൈസറായി നിയമിച്ച ഇന്ത്യൻ അമേരിക്കക്കാരന്റെ പേര് ശ്രീരാമകൃഷ്ണ. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ശ്രീരാമകൃഷ്ണ. അദ്ദേഹം എലൻ മസ്കിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ശ്രീരാമകൃഷ്ണയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഇന്ത്യൻ അമേരിക്കൻ. ഏത് തീയതിയിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്? 20 ജനുവരി 2025. അപ്പൊ അടുത്ത വർഷം ജനുവരി 20-ാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്. അദ്ദേഹം അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 46ാമത്തേത് ജോയ് ബൈഡൻ ആയിരുന്നു, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ആകുന്നതും. JD വാൻസ് ആയിരിക്കുള്ളൂ അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് ബയോ ബിറ്റുമെൻ സ്ട്രെച്ച് ഇനോഗ്രേറ്റഡ് ബൈ നിതിൻ ഗഡ്കരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമെൻ സ്ട്രെച്ച് നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമെൻ ടാറിംഗ് ഇത് നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്ത കാര്യം. ട്രാൻസ്പോർട്ട് ആയി ബന്ധപ്പെട്ട, റോഡ് കൺസ്ട്രക്ഷൻ ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 21 ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമൻ അധിഷ്ഠിത ദേശീയപാത ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. അപ്പൊ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമൻ അധിഷ്ഠിത ദേശീയപാത ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ബയോ ബിറ്റുമൻ എന്നാൽ ഇത് പ്രകൃതിയായിട്ട് ഇണങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു ടാറിംഗ് ആണ്. അതായത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള
മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ബയോ ബിറ്റുമനിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇത് വെജിറ്റബിൾ ഓയിൽസ്, ലിഗ്നിൻ എന്ന് പറയുന്ന വുഡ് കമ്പോണന്റ്, അതായത് മരങ്ങളുടെ കമ്പോണൻസ്, റിന്യൂവബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ചില അസംസ്കൃത വസ്തുക്കൾ, ഇത് പരിസ്ഥിതി ബാധിക്കാത്ത ചില രീതിയിലുള്ള ചില പ്രൊഡക്ട്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇത് പൂർണ്ണമായിട്ടും പ്രകൃതിയായിട്ട് ഇണങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു ടാറിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതേപോലെ ബയോ ബിറ്റുമൻ അധിഷ്ഠിത ദേശീയപാത ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഏത് ഹൈവേയിലാണ് 2024 ഡിസംബർ 21 ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമൻ അധിഷ്ഠിത ദേശീയപാത ഉദ്ഘാടനം ചെയ്തത്? നാഗ്പൂറിലെ മൻസാറിൽ NH44. NH44ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോ ബിറ്റുമൻ എന്ന ഈ ഒരു മെത്തേഡിലുള്ള ടാറിംഗ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പരിസ്ഥിതിയെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരുതരം പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോ ബിറ്റുമൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മഹാരാഷ്ട്രയിലെ നാഗ്പൂറിലെ മൻസാർ എന്ന സ്ഥലത്തുള്ള NH44ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമൻ അധിഷ്ഠിത ദേശീയപാത ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരി ഇപ്പോൾ ഇന്ത്യയുടെ 40ാമത്തെ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ മിനിസ്റ്റർ ആണ്. 2014 മുതലാണ് നിതിൻ ഗഡ്കരി റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്ന സ്ഥാനം നോക്കിക്കൊണ്ടിരിക്കുന്ന മിനിസ്റ്റർ. ഏത് രണ്ട് ഏജൻസികൾക്കൊപ്പം പ്രജ ഇൻഡസ്ട്രീസ് ആദ്യത്തെ ബയോ ബിറ്റുമൻ അധിഷ്ഠിത ദേശീയപാതയിൽ ലിഗ്നിൻ അടിസ്ഥാനമാക്കിയുള്ള ബയോ ബിറ്റുമൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു? CSIR, NHAI. പ്രജ ഇൻഡസ്ട്രീസും ഒപ്പം തന്നെ ഈ രണ്ട് ഏജൻസീസ് ആണ് CSIR, അതായത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോ ബിറ്റുമൻ അടിസ്ഥാനമാക്കിയുള്ള നാഷണൽ ഹൈവേയിലുള്ള ഇത്തരത്തിലുള്ള ടാറിംഗ് നടത്തിയിട്ടുള്ളത്. ഇത് ലിഗ്നിൻ ബേസ്ഡ് ആയിട്ടുള്ള ബയോ ബിറ്റുമൻ ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലിഗ്നിൻ എന്നാൽ വുഡൻ കമ്പോണന്റ് ആണ് ലിഗ്നിൻ എന്ന് പറയുന്നത്. CSIR എന്നാൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, പ്രജ ഇൻഡസ്ട്രീസ്, ഈ 3 ഓർഗനൈസേഷൻ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു ബയോ ബിറ്റുമൻ ബേസ്ഡ് നാഷണൽ ഹൈവേ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ അവസാനത്തെ ഹെഡിംഗ് ആണ് ശ്യാം ബെനഗൽ പാസസ് അവേ അറ്റ് 90, an iconoclastic filmmaker who pioneered the Indian parallel cinema movement. ഇന്ത്യൻ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ഐക്കോണിക്ലാസ്റ്റിക് ചലച്ചിത്ര നിർമ്മാതാവ് ശ്യാം ബെനഗൽ അന്തരിച്ചു. ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ശ്യാം ബെനഗൽ. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 23 അന്തരിച്ച ശ്യാം ബെനഗൽ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? സിനിമാ വ്യവസായം. ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്യാം ബെനഗൽ. അദ്ദേഹമാണ് ഡിസംബർ 23, അതായത് ഇന്നലെ അന്തരിച്ചിട്ടുള്ളത്. 90 വയസ്സായിരുന്ന അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ നേടിയ ശ്യാം ബെനഗൽ ഏത് സംസ്ഥാനക്കാരനായിരുന്നു? തെലങ്കാനയിലെ ഹൈദരാബാദ് സ്വദേശിയാണ് ശ്യാം ബെനഗൽ. അതായത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന, സിനിമാ രംഗത്തുള്ള ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു അവാർഡ് ആണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അത് നേടിയ വ്യക്തിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന 3ാമത്തെ അവാർഡ് ആയിട്ടുള്ള പത്മഭൂഷൺ കൂടാതെ പത്മശ്രീ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്യാം ബെനഗൽ. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 23 അന്തരിച്ചത്. ജേഡിസ് കറണ്ട് അഫയേഴ്സ് 20ഓളം കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ ക്രിസ്മസ്. ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്മസ് ദിനാശംസകൾ. ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. നമുക്ക് വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.